Allahu 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 Alhamdulillahi wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'd. ചൈനയുടെ മലകൾക്കിടയിൽ നിന്നും ദജ്ജാലിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോകൾ, വോയിസുകൾ പ്രചരിക്കുന്നു. ആ ശബ്ദം കേട്ട് ജനങ്ങൾ ഭയവിഹുലരായി തീരുന്ന ദൃശ്യങ്ങളും കാണാം. From a mountain in Guizhou, China, for more than 10 days, many people find the source of this horrible sound. എന്നാൽ അത് ഏതോ ഒരു ജീവിയുടെ ശബ്ദമാണ് എന്ന നിഗമനത്തിലാണ് പഠനങ്ങളുള്ളത്. ചൈനയിൽ നിന്നും വൈറസ് പുറപ്പെട്ടതിന് പിന്നാലെ ചൈനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ ഇസ്ലാമുമായി കൂട്ടിക്കുഴക്കാൻ ചില ദുശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ പാവപ്പെട്ട ജനങ്ങൾ വഞ്ചിതരായി പോകുന്നു. ദജ്ജാൽ പുറപ്പെടുന്നത് ചൈനയിൽ നിന്നല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിന്റെ രൂപം, അവന്റെ പ്രകൃതി, അവന്റെ ഷർറുകൾ, ഫിത്നകൾ, അവൻ പുറപ്പെടുന്ന സ്ഥലം എല്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മിൻ ഐന യഖ്റുജു മസീഹു ദജ്ജാൽ, ദജ്ജാൽ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഹദീസിൽ നമുക്ക് മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, യഖ്റുജു ദജ്ജാലു മിൻ യഹൂദിയതി അസ്ബഹാൻ മഅഹും 70,000 മിനൽ യഹൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, ദജ്ജാൽ പുറപ്പെടുന്നത് അസ്ബഹാനിൽ നിന്നാണ്. അവന്റെ കൂട്ടത്തിൽ 70,000 ജൂതന്മാരുണ്ടായിരിക്കും. മറ്റൊരു റിവായത്തിൽ ഖുറാസാൻ എന്ന പ്രദേശത്ത് നിന്നാണ് അവൻ പുറപ്പെടുന്നത് എന്ന് കാണാം. ഖുറാസാൻ, അസ്ബഹാൻ എന്നീ സ്ഥലങ്ങൾ സമീപ പ്രദേശങ്ങളാണ്. അസ്ബഹാൻ എന്നും അസ്ഫഹാൻ എന്നും ആ നാടിനെ അറബിയിൽ പറയുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ ഇസ്ഫഹാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ദജ്ജാൽ പുറപ്പെടുന്ന അസ്ബഹാൻ എന്ന പ്രദേശം അത് ഇറാനിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ നിന്നാണ് ദജ്ജാല് പുറപ്പെടുന്നത്. 70,000 ജൂതന്മാരും അവന്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. അസ്ബഹാനിലെ ജൂതന്മാരായിരിക്കും. യഥാർത്ഥത്തിൽ ഇസ്രായേലാണ് ജൂതരാഷ്ട്രം. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് ഇസ്രായേലിലാണ്. എന്നാൽ ഇറാൻ എന്നുള്ളത് ഷിയ രാജ്യമാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇറാനിൽ 30,000 ജൂതന്മാർ മാത്രമേ ഉള്ളൂ. അതും അസ്ഫഹാൻ, ഷീറാസ്, തെഹ്റാൻ എന്നീ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. കാലാന്തരത്തിൽ ഇസ്രായേലിലെ പോലെ തന്നെ ഇറാനിലും ജൂതന്മാർ അധികരിക്കും, ജൂത ആധിപത്യം ഉണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. 30,000 കണക്കെന്നുള്ളത് 70,000 ആകാൻ കുറെ വർഷങ്ങൾ വേണ്ടിവരികയില്ല. കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാനിനെ തകർക്കാനുള്ള, നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ദജ്ജാലിന്റെ ആഗമനം അത് ഇറാനിലെ അസ്ബഹാനിൽ നിന്നായിരിക്കുന്നതാണ്. അതല്ലാതെ ഇന്ന് പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചൈനയിൽ നിന്നല്ല. എന്തെങ്കിലും ശബ്ദം കേട്ടതിന്റെ പേരിൽ അത് ദജ്ജാലിന്റെ ശബ്ദമാക്കി ചിത്രീകരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അല്ലാഹു തആല ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്ത്യനാളിന്റെ ലോകാവസാനത്തിന്റെ കെടുതിയിൽ നിന്ന് അല്ലാഹു തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.